അപ്പം കഴിഞ്ഞ ദിവസം ആഹാ പ്ലാറ്റ്ഫോമിൽ കൂടെ റിലീസായിട്ടുള്ള പ്രസന്നവദനം എന്നുള്ളൊരു സിനിമയാണ്. ഈ സിനിമയെ പറ്റി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഒരു അത്ര മോശം സിനിമയല്ല, പക്ഷെങ്കിൽ ഒരു ആവറേജിൻ്റെ അത്രയും പോലും വരാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി ഇതൊരു ത്രില്ലർ സിനിമയാണ് എങ്കിൽ പോലും ആ ഒരു ത്രില്ലിങ് എലമെന്റ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ സിനിമ എനിക്കൊരു ആവറേജിലും താഴെയായിട്ട് നിൽക്കുന്ന ഒരു സിനിമ മാത്രമായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ ബേസിക് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകന് ഒരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റിന് ശേഷം നായകന് ഫേസും വോയിസും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തുന്നു. അതിനുശേഷം നായകനൊരു മർഡർ കാണുന്നു. അത് ആരാ ചെയ്തതെന്ന് വെച്ചെങ്കിൽ നായകന് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം പോലീസിനെ കംപ്ലൈന്റ് ചെയ്യുന്നു. പിന്നെ നായകന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി സ്റ്റോറി പറഞ്ഞു പോകുന്നത്. പക്ഷെങ്കിൽ ഇതിലെ ഒരു ഹാഫ് ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും അതിലെ മെയിൻ ഒരു ട്വിസ്റ്റ് റിവീൽ ആകുന്നുണ്ട്. ആ ട്വിസ്റ്റ് റിവീൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ സ്റ്റോറി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഊഹിച്ച് ക്ലൈമാക്സും ഊഹിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ക്ലൈമാക്സും എനിക്ക് അങ്ങോട്ട് പൂർണ്ണ തൃപ്തി വന്നിട്ടില്ല. അതുകൊണ്ടെല്ലാം നമുക്ക് വൺ ടൈം വാച്ചബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. ആ വൺ ടൈം വാച്ചബിൾ OTT പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് 2x സ്പീഡും സീക്കും അടിച്ചുവിടാനും എല്ലാം പറ്റുന്നത് കൊണ്ട് കണ്ടു നോക്കാൻ പറ്റിയ ഒരു സിനിമ മാത്രമാണ് ഈ പ്രസന്നവദനം എന്ന് പറഞ്ഞ സിനിമ. അപ്പം ഈ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഇതേപോലത്തുള്ള അടുത്ത വീഡിയോകൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.